രാവിലെ തന്നെ കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് എണീറ്റ് വരാൻ നല്ല രസമല്ലേ? അപ്പോൾ ഇന്നലെ സ്നോ ഒരു 2 മണിക്കൂർ പെയ്തായിരുന്നു. അതിൻ്റെ ആയി വെളിയിൽ കാണുന്ന സ്നോ ഒക്കെ. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഞാൻ ജുവാനെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് വേണ്ടി ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കും. ഇതിലേക്ക് ഇത്തിരി ഉലുവയിട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ആദ്യം കുടിക്കുന്നത്. ജുവാനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. കാരണം അവൾ കഴിക്കുകയില്ല. അവൾക്ക് ഇഷ്ടമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാല് മാത്രമേ അവൾ കുടിക്കുകയുള്ളൂ രാവിലെ. അതും വളരെ റീസെൻ്റായിട്ടാണ് പാല് കുടിയും തുടങ്ങിയത്. അപ്പോൾ ഇനിയും ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഷവർമ ചിക്കൻ എടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതിലേക്ക് ഞാൻ കുറച്ചധികം ക്യാബേജും ക്യാരറ്റും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇത്തിരി മയോണൈസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യും. ഇനിയും ഇത് 2 സ്ലൈസ് ബ്രെഡിൻ്റെ ഇടയിലേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്ത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണേൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനതൊന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. ഇവിടെ പൊതുവേ ഞാൻ ചോറ് കൊടുത്തു വിടാറില്ല സ്കൂളിലേക്ക്. അവൾ കൊണ്ടുപോവുകയില്ല സ്കൂളിലൊന്നും ചോറ് കഴിക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമില്ല. പിന്നെ സ്കൂളിലേക്ക് ഒട്ടുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഓഡ് വൺ ഔട്ടാവും. കാരണം കറിയുടെ മണവും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നഗറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അവൾക്കിഷ്ടം ഇതൊക്കെ കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് ഒന്ന് നമുക്ക് ബോക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റൈസിൻസ് ആണ് കൊടുത്തു വിടുന്നത്. അപ്പം ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. സ്നാക്കിന് വേണ്ടി ഒരു ആപ്പിളും കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തു. ഇനി ഞാനും ഡ്രസ്സ് ചെയ്തു. താഴെ അവളെ സ്കൂൾ ബസ്സേ കൊണ്ട് കയറ്റി വിട്ടു. അതോടെ അവളുടെ സ്കൂൾ ബസ്സിൻ്റെ പരിപാടി, സ്കൂളിൽ പോകുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നേരെ അവളുടെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു അവെയർനെസ് തരാനുള്ള ക്ലാസ്സാണ്. നമുക്ക് വേണ്ടവർക്ക് അറ്റൻഡ് ചെയ്താൽ മതി. സോ അവിടുത്തെ കെഫറ്റീരിയ ഇത് കേട്ടോ, റിനോവേറ്റഡ് കെഫറ്റീരിയ കണ്ട, ടേബിളും ചെയറൊക്കെ ഉണ്ട്, ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ ഈ കിടക്കുന്ന ജാക്കറ്റും ഹുഡിയും ഒക്കെ എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ മറന്നിട്ടിട്ട് പോകുന്നതാണ്. പേരൻസിനോടൊന്ന് എടുത്തുകൊണ്ട് പോകാൻ റിക്വസ്റ്റ് ചെയ്യും. അതൊക്കെ അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. ശുഭദിനം.